ഹായ് നീറ്റ് ആസ്പിറൻസ്. ഒരു നീറ്റ് ആസ്പിറന്റ് എന്ന നിലയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹമായിരിക്കും ഇന്ത്യയിലെ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ പഠിക്കാന്നുള്ളത്, അതും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ അല്ലേ. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജായ എയിംസിനെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഡ്രീമിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യമായിരിക്കും എയിംസ് ഡൽഹി അല്ലെങ്കിൽ എയിംസ് ഭുവനേശ്വർ ഒക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ് ലൈക്ക് എയിംസിനെ കുറിച്ച് പറയാം. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് എയിംസ് ഡൽഹി. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ഡ്രീം ആയിരിക്കും എയിംസ് ഡൽഹി. അവിടെ നാഷണൽ റാങ്കിങ് വെച്ച് നോക്കുന്ന സമയത്ത് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് റാങ്ക് ആണ് എയിംസ് ഡൽഹിക്ക് വരുന്നത്. അവിടെ ആനുവൽ MBBS ഫീ എന്ന് പറഞ്ഞ സമയത്ത് 5,000 to 6,000 ആണ് കേട്ടോ. ആനുവൽ ഫീസ് ആണ് ഇത്. പിന്നെ അതിൽ ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. പിന്നെ UG ഇൻടേക്ക് 2025 അവിടെയുള്ള സീറ്റ്സ് 132 സീറ്റ്സ് ആണ്. അതിൽ ജനറൽ സീറ്റ്സും പിന്നെ റിസർവേഷൻ സീറ്റ്സും ഉണ്ട് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആവുള്ള കാരണം ബെസ്റ്റ് ഫാക്കൽറ്റി, റിസർച്ച് ഉണ്ട്, പിന്നെ പേഷ്യൻ്റ് എക്സ്പോഷർ ഒക്കെ കിട്ടുന്ന ഒരു കോളേജാണ് എയിംസ് ഡൽഹി. നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം ആയിരിക്കും. ഓൾ ഇന്ത്യ റാങ്ക് തന്നെ ടോപ്പ് റാങ്ക് വാങ്ങിച്ചാലാണ് എയിംസ് ഡൽഹിയിലേക്കുള്ള അഡ്മിഷൻസ് ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് കോളേജ് ഞാൻ പറയാൻ പോകുന്നത് എയിംസ് ഋഷികേശ് ആണ്. ഋഷികേശിന്റെ നാഷണൽ റാങ്കിങ് നോക്കുന്ന സമയത്ത് ഈ NIRF റാങ്കിങ് നോക്കുന്ന സമയത്ത് 13th ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ആനുവൽ MBBS ഫീ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എയിംസ് ഡൽഹി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഫീസ് കൂടുതലാണ്, 11,000 to 12,000 എന്നുള്ളത്. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫീസിന് വെച്ചിട്ടാണ് കേട്ടോ. നമുക്കിവിടെ 22,000 ആണ് നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു 3,000 എക്സ്ട്രാ നമുക്ക് എക്സാം ഫീ വരും. പിന്നെ ഒരു മിസ്ലെനിയസ് ഫീ 3,000 വന്ന് മൊത്തത്തിൽ നമുക്കൊരു 30,000 എന്നുള്ളൊരു എമൗണ്ട് ആവും കേരളത്തിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷേ എയിംസിലാവുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു 5,000 to 6,000 ആണ് വരുന്നത്. ഋഷികേശിലാണെങ്കിൽ 11,000 to 12,000 ആണ് വരുന്നത്. UG ഇൻടേക്ക് 2025 125 സീറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെയും സ്ട്രോങ് ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാവും. പിന്നെ റിസർച്ചിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് എയിംസ് ഭുവനേശ്വർ ആണ്. അവിടെ NIRF റാങ്കിങ് വന്നിരിക്കുന്നത് 14th റാങ്ക് ആണ്. ആനുവൽ MBBS ഫീ എന്ന് പറയുന്നത് 5,000 to 6,000, ഓൾമോസ്റ്റ് എയിംസ് ഡൽഹി പോലെ തന്നെയാണ്. ഇതിൽ പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീ ഒക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അതും ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഹോസ്റ്റൽ ഫീ വരുന്നത് കേട്ടോ. UG ഇൻടേക്ക് 125 സീറ്റ്സ് എന്നാണ് എയിംസ് ഋഷികേശിലുള്ളത്. പിന്നെ അവിടെ വെൽ എക്യുപ്പൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ എയിംസ് ഭുവനേശ്വർ. മൂവിങ് ഓൺ എയിംസ് ജോധ്പൂർ. അവിടെ NIRF റാങ്കിങ് വരുന്നത് 19 ആണ്. ആനുവൽ MBBS ഫീ എന്ന് പറയുമ്പോൾ 5,300 to 8,000 എന്നുള്ള രീതിയിലാണ് വരുന്നത്. UG ഇൻടേക്ക് 125 സീറ്റ്സ് തന്നെയാണ്. അവിടെയും സ്ട്രോങ് റിസർച്ച് പർപ്പസ് അല്ലെങ്കിൽ റിസർച്ചിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് അതൊരു ടോപ്പ് കോളേജ് ആയിട്ടൊക്കെ പറയുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ ആലോചിക്കണം എയിംസ് ഡൽഹി തന്നെ എപ്പോഴും ടോപ്പ് വരാറ് കേട്ടോ. പിന്നെ അതിനുശേഷം വരുന്ന റാങ്കുകളാണ് എയിംസിന്റെ ഓരോ കോളേജസിലേക്കും അഡ്മിഷൻ കിട്ടുന്നത്. അതും നീറ്റ് മാത്രമാണ്. പണ്ട് എയിംസിന് എക്സാം ഉണ്ടായിരുന്നു സെപ്പറേറ്റ്, പക്ഷെ ഇപ്പൊ നീറ്റിന് മാത്രമായിട്ട് എക്സാം ഉള്ളത്. പിന്നുള്ളത് എയിംസ് ഭോപ്പാൽ. എയിംസ് ഭോപ്പാലിന് NIRF റാങ്ക് പറഞ്ഞ് 25 ആണ്. അവിടെ MBBS ഫീ എന്ന് പറഞ്ഞാൽ 5,000 to 6,000 തന്നെയാണ് വരുന്നത്. UG ഇൻടേക്ക് 2025 125 സീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എയിംസ് പാട്ന, അവിടെ 27 ആണ് NIRF റാങ്ക് വരുന്നത്. അവിടെ ആനുവൽ MBBS ഫീ എന്ന് പറയുന്നത് 5,000 to 6,000 എന്നാണ്. ഓൾമോസ്റ്റ് 125 സീറ്റ്സ് എന്നാണ് 2025 അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അവിടെയും ഹൈ പേഷ്യൻ്റ് എക്സ്പോഷർ ഉണ്ടായിരുന്നു. പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പുതിയൊരു കോളേജ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും. പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വന്ന് നല്ലൊരു ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് എത്തും കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് എയിംസ് റായ്പൂർ. അവിടെ NIRF റാങ്ക് 31 ആണ്. അവിടെ ആനുവൽ MBBS ഫീ എന്ന് പറയുന്നത് 5,000 to 6,000 എന്നാണ്. കുറച്ചുകൂടി മോഡേൺ ക്യാമ്പസ് ആണ്. 2025 125 സീറ്റ്സ് ആയിരുന്നു അവിടെ അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പാൻഡിങ് സ്പെഷ്യാലിറ്റീസ്, ഓരോ സ്പെഷ്യാലിറ്റി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ വന്ന എയിംസ് കോളേജൊക്കെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ എപ്പോഴും നമ്മൾ പറയുമ്പം എയിംസിൽ നിന്ന് പാസ് ഔട്ട് ആവുക അല്ലെങ്കിൽ എയിംസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും ഒരു ഡ്രീം ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ചൂസ് ചെയ്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളയിൽ തന്നെ കോഴിക്കോടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എയിംസ് എന്ന് പറയുന്നത് ടോപ്പ് മെഡിക്കൽ കോളേജ് എന്നാണ് ഇന്ത്യയിലെ. ഇപ്പം എയിംസ് ഡൽഹിയിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, നിങ്ങൾ നീറ്റ് എക്സാമിൽ നല്ല റാങ്ക് വാങ്ങിക്കുക. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റഡി ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.